RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ഇന്നലെ രാത്രി നടന്ന മത്സരം. ബാർസലോണ വേഴ്സസ് ബറൂസിയ ഡോർട്ട്മണ്ട്, PSG വേഴ്സസ് ആസ്റ്റൺ വില്ല. ഇന്നലെ ഈ മത്സരം രാത്രി നടന്നു. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മിനിഞ്ഞാന്ന് നടന്ന UCL മത്സരത്തിൽ റയലും ബയണും വീണപ്പോ എല്ലാവരും കരുതി ഇന്ന് ബാഴ്സലോണയും PSG ഒന്നില്ലെങ്കിൽ വീഴും, അല്ലെങ്കിൽ ചെറിയ സ്കോറിന് പരാജയപ്പെടും, അല്ലെങ്കിൽ സമനിലാവും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇത് ബാഴ്സ PSG, ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ബാഴ്സലോണയും PSG കുറിച്ച്. എന്താ പറഞ്ഞാല് ഇവര് ഗോൾ എത്ര എണ്ണം വഴങ്ങാന്നല്ല, എത്ര ഗോൾ അടിക്കാന്ന് അടിച്ചോണ്ടിരിക്കുക, ഗോൾ അടിച്ചോണ്ടിരിക്കുക. ഇവിടെ എത്ര വഴങ്ങും അതൊന്നും നിങ്ങൾ നോക്കരുത്. ഫോർവേഡ്സും മിഡ്ഫീൽഡും കളിക്കുക, ഗോൾ അടിക്കുക. ഇനിയിപ്പോ ഡിഫൻസുകാരാണ് അവരും വന്ന് ഗോൾ അടിക്കാൻ റെഡിയാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നത് ബാഴ്സ വിസസ് PSG അല്ലല്ല, അത് ഫൈനലിൽ വരാൻ ചാൻസ് ഉണ്ട്. നോക്കുമ്പോ ഫൈനലിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പിക്ചറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ ഇന്നലെ രാത്രി നടന്ന മത്സരം എന്ന് പറഞ്ഞാൽ ബാഴ്സ മത്സരത്തിൽ നമുക്ക് ആദ്യമായിട്ട് കിടക്കാം അല്ലെ. ബാഴ്സയുടെ മത്സരത്തില് നമുക്ക് തുടക്കം മുതൽ സംസാരിക്കാം. ബാഴ്സലോണ വിസസ് ബറൂസിയ ഡോർട്ട്മണ്ട് മത്സരം ഏകപക്ഷീയം എന്ന് തന്നെ പറയാം. 4-0 ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചത്. ഇതില് തുടക്കം 28-ാം മിനിറ്റ് റഫീനയാണ് ഫസ്റ്റ് ഗോൾ ഇടുന്നത്. റഫീനയാണോ സ്കോർ ചെയ്തത്? റഫീനയുടെ ആണ് ഗോള്. പക്ഷെ സ്കോർ ചെയ്തത് കുബ്രാസിന്റെ ആ ഗോള് അത് സൈഡ് ഗോൾ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റഫീന ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് ഇവിടെ തട്ടിയിട്ട് ഗോളാവുന്നത്. കാല് വലിച്ചതാണ്. പക്ഷെ ഫുട്ബോളിന്റെ നിയമപ്രകാരം ലാസ്റ്റ് ടച്ച് ആരുടെയാണ്? അത് റഫീനന്റെ ഗോള്. പക്ഷെ ഇന്നലത്തെ കളി സ്വാഭാവികമായിട്ടും ബാഴ്സലോണ പ്ലേയേഴ്സ് എല്ലാവരും ക്ഷീണിതരാണ്. എന്താ പറയുക, ഇത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ എന്നിട്ടും അവര് ഇമാതിരി കളിയെ കളിക്കുന്നത്. കൗണ്ടറിങ് അറ്റാക്ക് ഇത് തന്നെയാണ്. അതിന്റെ ഫലമായിട്ട് റഫീനിയ അടുത്ത ഒരു അസിസ്റ്റ് ലെവൻഡോസ്കിക്ക് അസിസ്റ്റ്. അത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത് റഫീനിയ ഡയറക്റ്റ് ഹെഡ് ചെയ്തിട്ട് ഉള്ളിൽ പോകുന്നു വിചാരിച്ചു. പക്ഷെ അത് കണ്ടപ്പോ റഫീനിയ പുറത്തടിച്ച പോലെ ഉണ്ട്. പക്ഷെ അവസാന മൂമെന്റ് സ്ലോ മോഷനിൽ കാണുമ്പോ അത് റഫീനിയ ഹെഡ് ചെയ്ത് ലെവൻഡോസ്കി പാസ് ചെയ്ത പോലെ. അതെ, അത് കറക്റ്റ് ആയിട്ട് ലെവൻഡോസ്കി ടച്ച് ചെയ്ത് ഉള്ളിക്ക് ഇട്ടു, ബോക്സിന്റെ ഉള്ളിക്ക്. അങ്ങനെ രണ്ടാമത്തെ ഗോള്. പിന്നെ കളി അങ്ങനെ തന്നെ. ഈ കളി യമാൽ ഒരു സൈഡിൽ നിന്ന് ഫോർവേഡ് കൊണ്ടുവരുന്നു, ഈ സൈഡിൽ നിന്ന് റഫീനിയ കളിക്കുന്നു, പെഡ്രി കളിക്കുന്നു. എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അവസാനത്തെ അസിസ്റ്റ്, മൂന്നാമത്തെ ഗോളിന് അസിസ്റ്റ് ചെയ്ത് ലെവൻഡോസ്കിക്ക് അസിസ്റ്റ് ചെയ്ത് ഫെർമീൻ ഒന്ന് ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞ് കളിക്കായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തുണ്ട്. മിഡ്ഫീൽഡിൽ ഗോളി കീപ്പർ ഇറങ്ങാന്ന് വെച്ചാൽ ഗോളി കീപ്പർ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അടിപൊളി. ലെവൻഡോസ്കി കൊടുത്ത അസിസ്റ്റ് നല്ല ഫിനിഷ് ചെയ്യാനുള്ള ഓപ്പൺ ചാൻസ് ഉണ്ടായിട്ട് ലെവൻഡോസ്കിക്ക് ഇട്ടുകൊടുത്ത് ലെവൻഡോസ്കി ഫിനിഷ് ചെയ്തതാണ്. അതെ, അതേപോലെ തന്നെ അവസാന ഗോൾ വന്നത് റഫീനിൽ നിന്ന്. അത് ലെവൻഡോസ്കിയിൽ നിന്ന് റഫീനിലേക്ക് പാസ് വന്നു. റഫീന പെനാൽറ്റി ബോക്സിന്റെ സൈഡിൽ നിന്ന് ക്രോസ് ആയിട്ട് കൊടുക്കുന്നു. യമാൽ ആ ഗോൾ അടിക്കുമ്പോ ഗോൾ ഇങ്ങനെ നോക്കി എന്താന്ന് പറഞ്ഞാല് ശരിക്കും ആ റണ്ണപ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് ഇങ്ങനെ അടിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ സ്ലൈഡ് ചെയ്ത്. അപ്പൊ ഗോളി എന്താ വിചാരിച്ചു, ഗോളി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് തോന്നിയത്. പക്ഷെ ആള് വെയിറ്റ് ചെയ്തതാ. പക്ഷെ കേറിയതോ പോകുന്ന നോക്കി നിൽക്കാ ഗോളി. അത് മനോഹരമായിട്ട് ഗോള് നിങ്ങൾ കണ്ടോ? ഇന്നലെ ഫസ്റ്റ് ഗോൾ അടിച്ചു, സെക്കൻഡ് ഗോൾ അടിച്ചു, തേർഡ് ഗോൾ വെച്ചു. പക്ഷെ ഫോർത്ത് ഗോള് യമാൽ അടിച്ചപ്പോഴാണ് ഫുൾ ഗ്രൗണ്ടിൽ എല്ലാ പ്ലേയേഴ്സും വന്ന് സെലിബ്രേറ്റ് ചെയ്തത് മൊത്തത്തില്. അപ്പൊ ആ ഒരു റഫീനിയ, ലെവൻഡോസ്കി, യമാൽ ഇവരുടെ 3 പേരുടെയും ആയിരുന്നു ഇന്നത്തെ കളി. അവര് അതേപോലെ റഫീനിയ തിരിച്ചു വരും. റഫീനിയ ഒരു ഗോള് 2 അസിസ്റ്റ് എന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റഫീനിയുടെ വല്ലാത്തൊരു തിരിച്ചുവരാണ്. അടിപൊളി. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒരു ഡൗൺഫോളിന് ശേഷമാണ് പൊങ്ങി വരുന്നത്. ലാസ്റ്റ് ഒരു തർക്കം ഉണ്ടായി, റഫറിയായിട്ട് ഒരു തർക്കം, പിന്നെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കളിയിൽ റഫീനിയ ആയ പോലെ റഫീനിയ പഴയ റഫീനിയ എത്തി. ഇന്റർനാഷണൽ ബ്രേക്കിന് പോണതിന് മുമ്പുള്ള റഫീനിയ എത്തി. ഇന്ന് 2 റെക്കോർഡുകളുണ്ട്. എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് റഫീനിയ റെക്കോർഡ് അടിച്ചിട്ട് ഇന്ന് ചാമ്പ്യൻസ് ലീഗില് ഏറ്റവും കൂടുതൽ അസിസ്റ്റും ഒരു ഒറ്റ സെഷനിൽ അടിച്ചത്.
ഗോളും അസിസ്റ്റും കൂടി ഇട്ടിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ മെസ്സിക്കൊപ്പം രണ്ടുപേര് എത്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു റെക്കോർഡ് കൂടി ഉണ്ടെന്ന്, യമാലിന് റെക്കോർഡ് ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ളത് UCL 20 മാച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ യമാൽ. അതില് ഗോളുകളും അടിച്ചിട്ടുണ്ട്, അസിസ്റ്റും അടിച്ചിട്ടുണ്ട്. 20 മത്സരം 18 വയസ്സുകാരനാണ്. 2007 ജനിച്ച ചങ്ങായിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല യമാലിനെ കുറിച്ച്. യമാലിന്ന് അവസാനം 80-ാം മിനിറ്റ് ആയപ്പോ അവൻ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എനിക്ക് ഇന്ന് അതൊരു അടിപൊളിയായിരുന്നു. എല്ലാവരും ആഗ്രഹിച്ചായിരുന്നു അൻസു ഫാത്തി. പിന്നെ എല്ലാരും വിചാരിച്ചു ഇറക്കും ബിങ്ങിൽ കളിക്കാൻ അറിയില്ല, ബാൾഡിന് മുമ്പിൽ ഇട്ടിട്ട് ഡിഫൻസ് പിടിക്കുന്നു. പക്ഷെ വന്നത് നമ്മളുടെ അൻസു ഫാറ്റിയാണ്, 10-ാം നമ്പർ, പുതിയ 10-ാം നമ്പർ ആണ്. ലോണിലൊക്കെ പോയി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. പക്ഷെ അൻസു ഫാറ്റിനെ ആരും പ്രതീക്ഷിച്ചില്ല. ബാർസ ഫാൻസ്, സ്റ്റേഡിയമിലുള്ള ഫാൻസ് കൈയൊക്കെ തലിന്റെ മുകളിൽ പിന്നെ എണിച്ചു നിന്ന് അപ്ലോഡൊക്കെ തുടങ്ങി. അതെ, അത് എന്തായാലും അതെനിക്ക് തോന്നുന്നു യമാല് അൻസു ഫാത്തിനെ ഇറക്കണം എന്ന് പറയണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അൻസിഫ്ലിക്കിനോട്. അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ കാണിച്ചത്. പക്ഷെ കുറെ നേരം പറയുന്നുണ്ടാവും, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സബ് ചെയ്യണം 5 മിനിറ്റോളം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസിലേക്ക് കിടക്കാം. സ്റ്റാറ്റസിൽ 18 ഷോട്ടുകളാണ് അടിച്ചത്. അതില് 10 എണ്ണം ബാഴ്സ ഓൺ ടാർഗറ്റിലേക്ക്, 13 ഷോട്ട് ബറൂസി അടിച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണം മാത്രമാണ് ടാർഗറ്റിലേക്ക് അടിച്ചത്. 61% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. ബറൂസിക്ക് 39%. പിന്നെ കാർഡുകളൊന്നും വലുതായിട്ടില്ല, കൊടുത്തിട്ടില്ല. അന്ന് റഫറി അത്യാവശ്യം ഫൗളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വലിയ ഫൗളുകളൊന്നുമില്ല. അങ്ങനെ ഓഫ് സൈഡ് 4 ഓഫ് സൈഡും ബാഴ്സയ്ക്ക് ഒരു ഓഫ് സൈഡ് ഉണ്ടായിരുന്നു. കോർണേഴ്സ് 6 ബറൂസ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 4 എണ്ണം ബാഴ്സലോണ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബറൂസിയ ഒരേ ടൈമിൽ 3 or 4 കോർണർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം കുറച്ച് പെനൽറ്റി ബോക്സിൽ വെച്ചിട്ടൊക്കെ ബറൂസിക്കും കിട്ടി 2-3 ചാൻസ് ഒക്കെ. ഗോളി 1-by-1 ചാൻസ് ആയിട്ട് ഗോളിയുടെ പണ്ടിൽ മാത്രമായിട്ട് അത് അടി കിട്ടിയില്ല. ഷെസ്നി വീണ് നടക്കുമ്പോ കയ്യിൽ കൊണ്ട് മെല്ലെ ഓപ്പൺ ഷോട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ ഷോട്ടാണ്. ഷെസ്നി ഇങ്ങനെ നടക്കുമ്പോ അത് അടിപൊളി, അത് വോളി അടിക്കണ്ടായിരുന്നു, പക്ഷെ വോളി മിസ്സായി കയ്യിൽ വന്നു, കിട്ടിയില്ല. പിന്നെ ഇന്നത്തെ കളി ഡിഫൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു. ഒന്നുമില്ല, കുബാസ് ഒരു അസിസ്റ്റന്റ്, ഡിഫൻസ് നല്ല കളിയായിരുന്നു. എന്താ പറഞ്ഞാല് ക്ലീൻ ഷീറ്റ് ആണ്, ഇന്നും ക്ലീൻ ഷീറ്റ് ആണ്. ഒരു ഗോൾ അടിച്ചു, പക്ഷെ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് ഈ ബാഴ്സനെ പിടിച്ചു നിർത്താൻ ഇനി പണി തന്നെയാണ്. ഈ പോക്ക് പോവാണെങ്കിൽ പണി തന്നെയാണ്. പിന്നെ നമുക്കിനി അടുത്ത മത്സരത്തിലേക്ക് വരാം. PSG വിസസ് ആസ്റ്റൺ വില്ല. ഇതില് PSG നമ്മൾ പ്രതീക്ഷ പോകുന്ന ഫസ്റ്റ് ഹാഫിൽ 1-1 കാരണം ആസ്റ്റൺ വില്ലയാണ് ആദ്യത്തെ ഗോൾ. 35-ാം മിനിറ്റിൽ ആസ്റ്റൺ വില്ല ഗോൾ അടിച്ചു. അവര് 39-ാം മിനിറ്റിൽ 46-ാം മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. പിന്നെ 68-ാം മിനിറ്റിൽ ഇങ്ങനെ ഗോൾ വന്നു. പിന്നെ എക്സ്ട്രാ ടൈം 90+ മിനിറ്റിൽ 3ാമത്തെ ഗോളും വന്നു. പക്ഷെ ആസ്റ്റൺ വില്ല തീരെ പ്രതീക്ഷയില്ല. 90+ മിനിറ്റ് ആ ഗോള് അത് എക്സ്ട്രാ ടൈം 3 മിനിറ്റ് ആയിരുന്നു. 2-ാം മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. അല്ലെങ്കിൽ ഒരു 2-1 അഗ്രഗേറ്റിൽ ആസ്റ്റൺ വില്ലയിൽ പോയിട്ട് അവർക്ക് തിരിച്ചു വരാണ്ട്. ഇത് എനിക്ക് തോന്നുന്നില്ല. PSG കൂടെ PSG എന്താ ഒരു 30 മിനിറ്റ് തന്നെ എത്ര അറ്റാക്കിങ് ഉണ്ടായിരുന്നു. മിനിറ്റ് വരെയും അറ്റാക്ക് ചെയ്തോണ്ട് ഒരു ഗോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടി. പക്ഷെ ആസ്റ്റൺ വില്ലയുടെ ഫുൾ 11 ആളും ആസ്റ്റൺ വില്ലയുടെ പെനാൽറ്റി ബോക്സിലാണ്, ഡിഫൻസിലാണ്. ഒരു ഗോള് ഇവരുടെ നയം എന്താന്ന് പറഞ്ഞാൽ PSG-യിൽ വന്നിട്ട് PSG-യുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഗോളൊന്നും വാങ്ങിക്കരുത്, വാങ്ങിക്കരുത്. ആ ഒരൊറ്റ കാര്യത്തിലാണ് അവർ നിന്നു. അത് 1-1 ഫസ്റ്റ് ഗോള് PSG അടിച്ചു, ഫസ്റ്റ് ഗോള് ആസ്റ്റൺ വില്ല അടിച്ചു, തിരിച്ചടിച്ചു. 1-1 സമനിലയിൽ പിരിഞ്ഞു. സെക്കൻഡ് ഹാഫില് 2 ഗോള് PSG അടിച്ചു. അതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ എമി മാർട്ടിനസ് 3-4 സേവ് ചെയ്തിട്ടുണ്ട്, നല്ല സേവുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ 3-1 ആസ്റ്റൺ വില്ല PSG-യോട് പരാജയപ്പെട്ടു. ഇനി വില്ല പാർക്കിലാണ് അടുത്ത മത്സരം വരാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത മത്സരം ഇപ്പൊ 2 ബാഴ്സയ്ക്ക് എവേ ആണ്, അതേപോലെ PSG-ക്കും എവേ ആണ്. ഇതില് എനിക്ക് തോന്നുന്നില്ല ഈ 2 ടീമും ഇപ്പോ ബറൂസിയും ആസ്റ്റൺ വില്ലയും ഒരു തിരിച്ചൊരു കംബാക്ക് എനിക്ക് ചരിത്രമാണെങ്കിൽ PSG വേഴ്സസ് ബാർസ അന്ന് 6-6 അതൊന്നും 6-1 പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ബറൂസിയ 4 ഗോള് താഴെയാണ്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ആസ്റ്റൺ വില്ല അവന്റെ സ്ഥലത്ത് പോയിട്ട് കളി എങ്ങനെയാണെന്നല്ല, കാരണം ഇവിടെ തന്നെ നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെ PSG ബാഴ്സ എന്ന് പറയുമ്പോൾ ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറഞ്ഞാല് ഒരേ സ്റ്റൈൽ, 2 ടീമും ഒരേ സ്റ്റൈല്. ഫുൾ അറ്റാക്കേഴ്സ്, അതേപോലെ മിഡ്ഫീൽഡ്, 2 ടീമിന്റെ മിഡ്ഫീൽഡ് ഒന്നിനൊന്ന് പറയാൻ പോലെ അമ്മാതിരി കളിയാണ്. അതുപോലെ ഡിഫൻസിലും
ഗോള് വഴങ്ങാൻ ഭയങ്കര ഇതാണ്, ഭയങ്കരമായിട്ട്. ഇന്നിപ്പോ ഒരു ഗോളാണ് PSG വഴങ്ങിയത്, ബാഴ്സയാണെങ്കിൽ 0. അപ്പോ ഇവരോട് മുട്ടിയിട്ട് സെക്കൻഡ് ലെഗിൽ ഒരു തിരിച്ചു വരവ് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോ സെക്കൻഡ് ലെഗിൽ ചിലപ്പോൾ 1-2 ഗോൾ രണ്ട് ടീമും അടിച്ചിട്ട് നല്ലൊരു അഗ്രിഗേറ്റ് 5 അല്ലെങ്കിൽ 6 അഗ്രിഗേറ്റ് ഒക്കെ സുഖമായിട്ട് 1-2 തിരിച്ച് അവരും അടിക്കുമായിരിക്കും. പക്ഷെ കംബാക്കിന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അത് ആണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ വരുന്നത്. എനിക്ക് ലേശമായിട്ട് ഒരു കംബാക്കിന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഏത് ടീമിന്റെ ബൊറൂസിയ ഡോർട്ട്മണ്ട് ലാസ്റ്റ് ടൈം ഫൈനൽസ് വരെ എത്തിയതാണ്. പക്ഷെ അതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ബാഴ്സയുടെ ഫോം ഇന്ന് അത്രയും ഫോം എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷീണിതരാണ് എല്ലാ പ്ലേയേഴ്സും. എന്നിട്ട് വരെ എന്താ കളി നോക്ക്. ഇന്ന് ലമീനൊക്കെ ആദ്യമായിട്ട് ഞാൻ ലമീന് വീണത് കാണാം. ലമീന് ഗുനിഞ്ഞ് ബ്രെത്ത് എടുക്കാണ്ടായതാണ്. ആദ്യമായിട്ട് ഞാൻ അപ്പൊ അത്രയും ടയർഡാണ്. അത് കാരണം പെഡ്രിനെ നേരത്തെ കയറ്റി, അതേപോലെ ഇവരെ ഫെർമീനെ കയറ്റി, ലെവൻഡോസ്കിനെ കയറ്റി, മാർട്ടിനസിനെ കയറ്റി, എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താ പറയുക, ഇനിയും കുറെ ഷെഡ്യൂൾ ടൈപ്പ് ഷെഡ്യൂൾ. ഈ ലാലിഗ് മത്സരമുണ്ട്, കോപ്പ ഡെൽ റേ ഫൈനൽ വരുന്നുണ്ട്, പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് ഉണ്ട്, സെമി ഫൈനലിൽ. അപ്പൊ ടൈപ്പ് ഷെഡ്യൂൾ, അതാണ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ലീഗ് അടിക്കണമെങ്കിൽ ഇനി ഒരു മത്സരങ്ങൾ തോൽക്കരുത്. അതിൽ എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. അപ്പൊ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം PSG റിലാക്സ് ആണ്. PSG എന്തായാലും ലീഗ് കപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ടെൻഷൻ ഇല്ല. അവിടെ ഇനി കുറച്ച് മോശമായി കളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ബാഴ്സയ്ക്ക് ഇനി എല്ലാ കളികളും നിർണായകം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.